ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മോട്ടോഹോളിക് 390. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ പരിപാടി ഇതേ താജിലാണ്. താജ്മഹൽ കാണാനാണ് നമ്മളിന്ന് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിത് താജിലോട്ടുള്ള വഴിയിലാണ്, ഓട്ടോയിലാണ് നമ്മൾ പോകണേ. വലിയ പൈസ ഒന്നുമില്ല, 30 രൂപ എന്തുള്ളൂ, മനസ്സിലായോ? അപ്പോൾ അതിലാണ് പോണേ. പിന്നെ ഫുള്ള് പോവില്ല. പിന്നെ കാലിലിടാനായിട്ട് നമ്മൾ ഈ സംഭവം വാങ്ങിച്ചിട്ടുണ്ട്. ഇതിട്ടാൽ മാത്രമേ നമുക്ക് താജിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റുള്ളൂ ഗൈസ്. ഓക്കെ, അപ്പോൾ വോയിസ് ഓവർ ഞാൻ കൊടുത്ത് കയറുന്നില്ല, ഈ ക്ലിപ്പിൽ മാത്രം എന്താവോ വോയിസ് കിട്ടിയില്ല. പണിപ്പാളി. നമ്മളങ്ങനെ ഓട്ടോയിൽ നിന്നിറങ്ങി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഓട്ടോ ഒരു ലിമിറ്റ് വരെ വരുള്ളൂ, വേറെ ഫുള്ള് ബാരികാർഡൊക്കെ വെച്ച് കിറുക്കന്മാരുണ്ട്. നടന്നുകൊണ്ടിരിക്കുകയാണ് കൈ. ടിക്കറ്റ് എടുക്കാൻ വന്നിട്ടോ, അവിടെ ഭയങ്കര തിരക്കാണ്. നൈസായിട്ട് നമ്മൾ ഓൺലൈനിൽ അടിക്കാമെന്ന് വിചാരിക്കും. ഓക്കെ, 50 രൂപ ടിക്കറ്റിനാകെ. ടിക്കറ്റ് കിട്ടി. ഓൺലൈനിൽ എടുക്കാൻ ലാഭട്ടോ, നേരിട്ട് പോയി 50 രൂപ, ഓൺലൈനിൽ പോയി കഴിഞ്ഞാൽ 45 ഉള്ളോ. 2 പേർക്ക് 10 രൂപ ലാഭം. ലെറ്റ്സ് ഗോ. എൻട്രൻസിൻ്റെ മുന്നിൽ എത്തിയിട്ട് നമ്മൾ, എൻട്രൻസിൻ്റെ താജ്മഹൽ മെയിൻ എൻട്രി. Same as you. സെക്യൂരിറ്റി ഒക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ട് കാണിച്ചാൽ ഗൈസ്, ഒരു പണി കിട്ടി ഗൈസ്. ഇവിടെ ഗോപ്രോൻ്റെ എൻ്റെ മീഡിയ മോഡ് ഉണ്ടായിരുന്നു, മീഡിയ മോഡ് ഊരി വെച്ചു. പിന്നെ അതേപോലെ തന്നെ മറ്റേ ഗോപ്രോൻ്റെ സ്റ്റിക്കർ നൈസായിട്ട് വാങ്ങിച്ചു വെച്ചു. അതിനോട്ടെ ചെലവിടാന്നൊക്കെ പണിപ്പാളി ഗൈസ്. എന്ത് ചെയ്യും, ലോക്കായി. ഇപ്പോൾ നൈസായിട്ട് ഫോണിലെടുക്കാൻ പറ്റുമോ നോക്കാം. മീഡിയ മോഡ് ഊരിയ കാരണം ബാറ്ററിയും ഓപ്പണായിട്ടാണ് ഇരിക്കണേ. ടാസ്കായി പോയി. നമ്മളൊരു ഗേറ്റിൻ്റെ ഉള്ളിൽ കൂടെ കയറിയിരുന്നു കേട്ടോ. ഫുള്ള് റെഡ് സ്ട്രക്ചർ, അടിപൊളിയുണ്ട് കാണാൻ. മറ്റേ റെഡ് ഫോർട്ടൊക്കെ പോലെ, ആഗ്ര റെഡ് ഫോർട്ടൊക്കെ പോലെ. ഇതൊക്കെയാണ് മക്കളെ അങ്ങറ്റത്ത് ദൂരെ. നൈസ് ഒരു ഏരിയ ഉള്ളത് അതിൻ്റെ ഫ്രണ്ട് നോക്കിയാൽ ഞങ്ങൾ ഒരു രക്ഷയില്ല. മോനെ കാണുന്നൊക്കെ അങ്ങ് ദൂരെ. നമ്മളത് മെയിൻ ഗേറ്റിന് മുമ്പിൽ എത്തിയിട്ടുണ്ട്. ഇതിൻ്റെ അപ്പുറത്ത് ഇതിലൂടെ കയറിയിട്ട് നേരെ അപ്പുറത്തേക്ക് കിടമ്പോൾ താജ് കാണാം. ഇതേ കണ്ട് താജ് നൈസായിട്ട്. നമുക്ക് ഈ ഫ്രണ്ടിലേക്ക് പോയി നോക്കാം ഗൈസ്. നല്ല വെയിലോട്ടോ, ഒരു രക്ഷയില്ല, വിശർത്തൊഴുകുക.
ചൂടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഡാർക്ക് ചൂടോ. ഇതിൻ്റെ ഉള്ളിൽ ഇവിടെ നിങ്ങൾക്ക് ഒരു വൈറ്റ് കളർ കാണുന്നില്ലേ, അതാണ് ആക്ച്വലി താജ്. പക്ഷെ അത് ഇവിടെ നോക്കുമ്പോൾ ഭയങ്കര അടുത്തായിട്ട് ഫീൽ ചെയ്യും. പക്ഷേ ഏകദേശം 500 മീറ്റർ ഡിസ്റ്റൻസിലായിട്ടാ സംഭവം നിൽക്കണേ. ഫ്രണ്ട് വ്യൂ ആയി. ഏകദേശം നമ്മൾ ഈ ബാക്കിൽ കാണുന്ന സാധനം ഉണ്ടല്ലോ, ഇത് തൊട്ടിട്ട് താജ്മഹൽ വരെ 500 മീറ്റേഴ്സ് ലെങ്ത് ഉണ്ട് കേട്ടോ. സംഭവം അവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ഭയങ്കര അടുത്താന്ന് ഫീൽ ചെയ്യും, പക്ഷെ അടുത്തല്ല. സംഭവം അടുത്തെത്തിയപ്പോൾ ഉണ്ടല്ലോ വലിപ്പാട്ടോ, ഒരു കൊട്ടാരത്തിൻ്റെ വലിപ്പമുണ്ട്. വലിയ സെറ്റപ്പ്. നമ്മൾ മറ്റേ BBK മക്ബറ ഉണ്ടായില്ലേ, ഇതിൻ്റെ ചാത്തൻ, അതൊക്കെ ചെറിയ സ്ട്രക്ചറാട്ടോ. പക്ഷെ ഇത് ഗംഭീര സ്ട്രക്ചർ, വൻ ഭീകര സാധനമാണ്. അങ്ങോട്ട് മോളിക്ക് പോവാം. ഓക്കെ, ചൂട് അസഹനീയമാണ് കേട്ടോ, ഒരു രക്ഷയില്ല. നമ്മളാണെങ്കിൽ വെള്ളം പോലും വാങ്ങിച്ചില്ല, ഡാർക്കായി പോയി. എന്തായാലും മുകളിൽ കയറാം. ഫ്രണ്ടിക്ക് വേറെ സൈഡിൽ എത്തിട്ടോ. ഈ സൈഡ് ഇവിടെ വേണം നമ്മൾ ഉള്ളിൽ കയറാൻ. വേറൊരു ടാസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ 40 50 രൂപ ടിക്കറ്റ് എല്ലാം എടുത്തേ. ഉള്ളിൽ കയറണമെങ്കിൽ 200 രൂപ ടിക്കറ്റ് എടുക്കണം. ഉള്ളിൽ കയറാനാണ് നമ്മൾ മറ്റേ ചെരുപ്പിട്ട് കയറാൻ പറ്റാത്ത സീനൊക്കെ. ഓക്കെ, നമുക്കിതിൻ്റെ 4 സൈഡ് കൊണ്ടിട്ട് വരാം. 4 സൈഡ് ഒരേപോലെയാണ്, എന്നാലും ഇതിൻ്റെ വേറൊരു വ്യൂ പോയിന്റ് ഉണ്ട് കൈ. അത് ഇതിൻ്റെ ബാക്കിൽ എല്ലാ 4 ഭാഗത്തും ഒരേ വ്യൂ ആണല്ലോ. സൺസെറ്റ് ആണോ സൺറൈസ് ആണോ എന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. ഇതിൻ്റെ ബാക്കിൽ ഒരു പുഴയാണ് കണ്ടോ, അത്യാവശ്യം വലിയൊരു പുഴയാണ് ഇതിൻ്റെ ബാക്കിൽ. പക്ഷേ ഈ പുഴയുടെ അക്കര നിന്നിട്ടൊരു വ്യൂ പോയിന്റ് ഉണ്ട്, ആ മതിലിനോട് ചേർന്നിട്ടൊക്കെ ആയിട്ട്. ഒട്ടുമിക്ക ആൾക്കാർ അവിടെ വന്നിട്ടാണ് കിടിലം ഫോട്ടോഗ്രാഫേഴ്സൊക്കെ ഇതിൻ്റെ നല്ല കിടിലം പിക്ചേഴ്സ് എടുക്കണേ. നല്ല രസമാണ്. ഈ പുഴയിൽ വെള്ളം നിറഞ്ഞു നിൽക്കുമ്പോൾ റിഫ്ലക്റ്റ് സൺസെറ്റ് സമയത്താണോ
സൺറൈസ് സമയത്താണെന്ന് അറിയില്ല, ഇങ്ങനെ റിഫ്ലക്റ്റീവ് ഈ വെള്ളത്തിൽ. അപ്പോൾ ഇത് കാണാൻ ഭയങ്കര ഭംഗിയാണ്. അങ്ങ് ദൂരെ കാണണം കേട്ടോ ആഗ്ര ഫോർട്ടൊക്കെ, ആഗ്ര റെഡ് ഫോർട്ട്. ഓക്കെ, ലെറ്റ്സ് ഗോ. ഈ സ്ട്രക്ചറിൻ്റെ മുകളിലാണ് മഹൽ വരുന്നത്. നമ്മളിപ്പോൾ നിൽക്കണതും വേറൊരു സ്ട്രക്ചറാണ്, അതായത് ബേസ് സ്ട്രക്ചർ. 2 ബേസ് നടിക്കിഞ്ഞ് വേറെ ഉണ്ടാവും കേട്ടോ. എന്തൊക്കെ പറഞ്ഞാലും എത്ര ചൂടുണ്ടെന്ന് പറഞ്ഞാലും ഇത് കാണുമ്പോഴുള്ളൊരു ഫീലുണ്ടല്ലോ, അത് രക്ഷയില്ലാത്ത കേസ്. ഇവിടുത്തെ ഭംഗിയാണ്. താജിൻ്റെ ഇറങ്ങാൻ കഴിയും. അങ്ങനെ പോകാൻ പറ്റൂടാ? ഇല്ലടാ, അപ്പുറത്തേക്ക് ഇറങ്ങിപ്പോണം. മാക്സിമം നിങ്ങൾ മോർണിംഗ് വരാൻ നോക്കുക, അല്ലാതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈവനിങ് വരാൻ നോക്കുക. 3:30 4 മണിക്കൊക്കെ ശേഷം. അല്ലാതുണ്ടെങ്കിൽ നോക്കിയേ ഇതേതുപോലെ കരിഞ്ഞു പോവും. സീനയിലാണ്. അതെ അതെ, സീനാണ് കഴിച്ച്. പുറത്തിറങ്ങി മക്കളെ. പിന്നുള്ളൊരു സജഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളോട് വരുമ്പോൾ പോണ്ട ഗേറ്റ് ഈസ്റ്റ് ഗേറ്റ്, 4 സൈഡും ഗേറ്റ് ഉണ്ടല്ലോ, പക്ഷേ നിങ്ങൾ പോണ്ട ഗേറ്റ് ഈസ്റ്റ് ഗേറ്റ്. ഓക്കെ, അത് മറക്കണ്ടാവല്ലോ. ഈസ്റ്റ് ഗേറ്റ് പോയി കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് മെയിൻ എൻട്രൻസ് കൂടെ കയറാനും ആ ഒരു വൈബ് മനസ്സിലാവുള്ളൂ. പിന്നെ പാർക്കിംഗ് ആയാലും ഓൾ സെറ്റ് ഈസ്റ്റ് ഗേറ്റിൻ്റെ അവിടെയാണ്. ഓക്കെ, അറിയില്ല. നമ്മളിത് താജിൻ്റെ പുറത്തിറങ്ങിയിട്ടുണ്ട് ഗൈസ്. നമ്മൾ വേറൊരു സംഭവം സെറ്റ് ചെയ്തിട്ടുണ്ട്. ബാങ്ക് താജിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഈസ്റ്റ് ഗേറ്റിൻ്റെ പുറത്തിറങ്ങുമ്പോൾ തന്നെ അവിടെ ഷോപ്പുകളുണ്ട്. അവരുടെ അടുത്ത് ചോദിച്ചാൽ മതി, അവർ സെറ്റ് ചെയ്ത് തരും. സാധനം ലസ്സിയിൽ അല്ലെങ്കിൽ കുടിക്കാനാണ് പറഞ്ഞുള്ളൂ. അവർ ഞങ്ങൾ അവിടെ നിന്ന് കുടിക്കാമെന്നത്. അപ്പോൾ അവർ പറഞ്ഞു വേണ്ട മക്കളെ പള്ളിപ്പാളും. ഒരാൾ കുറേ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. മദ്യത്തിൻ്റെ ടേസ്റ്റ് അറിയാലോ, ഒന്നറിയാം. അതെങ്ങനെയാണ് അതിൻ്റെ മൂടെന്നറിയാലോ അറിയാം. ഓക്കെ, ബിയറിൻ്റെ ടേസ്റ്റ് അറിയാലോ അറിയാം, അതിൻ്റെ മൂഡ് അറിയാലോ അറിയാം. ഇതതുമാതിരിയല്ല, ഡിഫറെൻറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ആൾ സീറ്റ് ആൾ ഇടയ്ക്കിടയ്ക്ക് അടിക്കണമൊക്കെ. അന്നൊരാൾ പറഞ്ഞു നിങ്ങൾ റൂമിലേക്ക് വെക്കോ, റൂമിൽ പോയിട്ട് ലസ്സി വാങ്ങിയിട്ട് അതിൽ കലക്കി കുടിച്ചാൽ മതി, അല്ലെങ്കിൽ പണി പാടും എന്നൊക്കെ പറഞ്ഞേ. എൻ്റെ ഈ സാധനം നിങ്ങൾ വാങ്ങിയിട്ടുണ്ട്, ഇത്ര പോകുന്നൊരു ബാങ്ക്. ഞാൻ റൂമിൽ പോയിട്ട് ലസ്സിയിൽ കലക്കിയിട്ട് അടിക്കണം. ഞാൻ പറഞ്ഞുതരാം, അത് അടിച്ചിട്ട് എങ്ങനെ എല്ലാ സീനുണ്ടൊക്കെ. ഓക്കെ, നമ്മളങ്ങനെ റൂമിലെത്തിയിട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ബാങ്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ബാങ്കാണ്. ഓക്കെ, നമ്മളിതിന് കലക്കേണ്ട രീതിയൊക്കെ ആൾ സെറ്റ് ചെയ്ത് പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മൾ നൈസായിട്ട് ഇത് കലക്കുക, ലസ്സിയിലിട്ട് കുടിക്കാനാണ് പ്ലാൻ. അപ്പം അതിൻ്റെ വിശേഷങ്ങളിലോട്ട് കിടക്കാം. ഓക്കെ,
ഇതെങ്ങനെയാ എന്താ കഥ ഒരു പിടുത്തല്ല കേട്ടോ. ചിലപ്പോ തിരിയൊക്കെ ചെയ്യാൻ അറിയില്ല, ഒരു പിടുത്തല്ല. എന്തായാലും നോക്കാം. ഓക്കെല്ലേ? കുഞ്ചുവിന് സ്ട്രോങ് ആണ് പറഞ്ഞോളൂ. ഒക്കെ ശരിയാക്കി ലസ്സിയിലോട്ടാ ഞാൻ നേരത്തെ പറഞ്ഞു. ലസ്സിയിലോട്ട് നമുക്ക് കലക്കാൻ പോണേ. ഇതാണ് മക്കളെ സാധനം. ഓക്കെ. വീണ്ടും ഒരു പേപ്പർ. ഫ്രഷ്. ഇത് ക്വാണ്ടിറ്റി വരുന്നുണ്ടോ? നോക്കിയേ, നല്ല ക്വാണ്ടിറ്റി ഉണ്ട് ഗൈസ്. കുഞ്ചു സ്ട്രോങ് ഉണ്ടോ? അത് മിക്സ് ആക്കണം. എങ്ങനെ മിക്സ് ആക്കുക? നീ അതിന് 2 ഗ്ലാസ്സിൽ ഒഴിക്കാൻ പാടില്ലായിരുന്നു. അപ്പോൾ മിക്സ് ചെയ്തിട്ട് അടുത്ത ഗ്ലാസ് ഒഴിച്ചാൽ മതിയായിരുന്നു ഓരോന്ന് കഴിഞ്ഞിട്ട്. അത് മൊത്തം നിനക്ക് ഇത് കുടിച്ചോട്ടെ. സാധനം നമ്മള് ഗ്ലാസ്സിലിട്ടുണ്ട്. ഇനി നമ്മൾ നൈസായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യണം ഗൈസ്. ഒന്ന് മിക്സ് ചെയ്തിട്ട് വേണം അലക്കാൻ. ഓക്കെ, മിക്സ് ചെയ്തിട്ട് കാണിച്ചു തരാം. സാധനം നമ്മള് കലക്കിണ്ട് കേട്ടോ. ഫുള്ള് കലക്കിയിട്ടില്ല, ചെറുതവിടെ വെച്ചിട്ടുണ്ട്. എൻ്റെ മീഡിയ കുഞ്ചുവിന്റെ സ്ട്രോങ് കേട്ടോ. കുടിച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു. അടിക്കേ ഗൈസ്, കുടി, നേരെ കുടി. ലസ്സിയിൽ കുടിക്കണോണ്ട് നല്ല ടേസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഒരു എന്തോ ഒരു ലീഫിൻ്റെ ഒരു ചോയൊക്കെ ഉണ്ടല്ലോ, എന്തോ ഒരു ഇലയുടെ ചോയൊക്കെ ഉണ്ട്. എന്താണെന്നറിയില്ല, ബീഫിൻ്റെ ചോയൊക്കെ ഉണ്ട്. സാധനം ടേസ്റ്റ് കേട്ടോ. നമ്മൾ കുടിച്ചു. കുറച്ചും കൂടി ഇരിക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞിട്ട് ഒരു ലസ്സി കൂടി വാങ്ങിയിട്ട് ബാക്കി നമുക്ക് പൂശാം. സാധനം കുടിച്ചു. കുഞ്ഞിതാ ഗ്ലാസ് കഴിക്കാൻ വേണ്ടി. ആഫ്റ്റർ ഫ്യൂ മിനിറ്റ്സ് ടു അങ്ങനെ നെക്സ്റ്റ് ഡേ മോർണിംഗ് ആയി ഗൈസ്. യെസ്റ്റർഡേ നൈറ്റ് പറയട്ടത് സീരടത്ത് ബാങ്കിൻ്റെ എഫക്റ്റ് ഒരു രക്ഷയില്ല. ഞാൻ പറയുകയാണെന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാരും ട്രൈ ചെയ്യാണ്ടിരിക്കും നല്ലത്. വേറത്തെ ഒരു എക്സ്പീരിയൻസ് ആണ് ഗൈസ്. കിളി പോവും നമ്മളൊരു പൊട്ടം കളി സീനാവും മൊത്തത്തിൽ. സംഭവം കുഴപ്പമൊന്നുമില്ല, എൻജോയ് ചെയ്തു. അപ്പം അങ്ങനെയൊക്കെയാണ്. നെക്സ്റ്റ് ഡേ മോർണിംഗ് ആയി. ഈ വ്ളോഗ് കൂടെ വെച്ച് അവസാനിക്കുകയാണ് ഗൈസ്. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം.